പോസ്റ്റുമാർട്ടം. എനിക്കും ഒരു നാൾ പോസ്റ്റുമാർട്ടം ടേബിളിൽ കിടക്കണം. എന്തിനെന്നോ, എന്നിലെ ചീഞ്ഞളിഞ്ഞതൊക്കെയും പുറത്തെടുക്കാൻ. അതിനു പറ്റിയ എളുപ്പവഴി എന്താണ്? എനിക്കും ഒരു നാൾ പോസ്റ്റുമാർട്ടം ടേബിളിൽ കിടക്കണം. എന്തിനെന്നോ, എന്നിലെ ചീഞ്ഞളിഞ്ഞതൊക്കെയും പുറത്തെടുക്കാൻ. അതിനു പറ്റിയ എളുപ്പവഴി എന്താണ്? ഓടുന്ന വണ്ടിക്ക് മുന്നിൽ ചാടിയാൽ ചതഞ്ഞരഞ്ഞു ചേർന്നാലോ? കടലിൽ മുങ്ങി മരിച്ചാൽ ഒഴുകി അകലേക്ക് പോയാലോ? പിന്നെ മീനുകൾ എന്നെ തിന്നു തീർത്താലോ? തൂങ്ങി മരിക്കാൻ നോക്കിയാൽ കയർ പൊട്ടി വീണാലോ? വിഷം കഴിച്ചു മരിക്കുന്നതാവും എളുപ്പം. കൊതിയാവോളം വയറു നിറയെ കുടിച്ചങ്ങനെ. ഓടുന്ന വണ്ടിക്ക് മുന്നിൽ ചാടിയാൽ ചതഞ്ഞരഞ്ഞു ചേർന്നാലോ? കടലിൽ മുങ്ങി മരിച്ചാൽ ഒഴുകി അകലേക്ക് പോയാലോ? പിന്നെ മീനുകൾ എന്നെ തിന്നു തീർത്താലോ? തൂങ്ങി മരിക്കാൻ നോക്കിയാൽ കയർ പൊട്ടി വീണാലോ? വിഷം കഴിച്ചു മരിക്കുന്നതാവും എളുപ്പം. കൊതിയാവോളം വയറു നിറയെ കുടിച്ചങ്ങനെ. ടേബിളിൽ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഒറ്റ വെട്ടിന് കീറി മുറിക്കുമോ? എങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം എൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയതൊക്കെ ചികഞ്ഞെടുക്കാനുണ്ട്. ടേബിളിൽ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഒറ്റ വെട്ടിന് കീറി മുറിക്കുമോ? എങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം എൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയതൊക്കെ ചികഞ്ഞെടുക്കാനുണ്ട്. തലച്ചോറിൽ ഓരോ അണുവിലും ചിക്കിച്ചികയണം. എന്തിനെന്നോ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അവരുടെ പേരുകളുണ്ട്. അവയൊക്കെ ഒരു കവറിലാക്കണം. തലച്ചോറിൽ ഓരോ അണുവിലും ചിക്കിച്ചികയണം. എന്തിനെന്നോ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അവരുടെ പേരുകളുണ്ട്. അവയൊക്കെ ഒരു കവറിലാക്കണം. പിന്നെ എത്ര ശ്രമിച്ചിട്ടും ദഹിക്കാതെ പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് എൻ്റെ ആമാശയത്തിനുള്ളിൽ. ഇഷ്ടം, സ്നേഹം, കരുണ, പ്രണയം, രതി, കാമം ഒക്കെയും വേറൊരു കവറിലെടുക്കണം. പിന്നെ എത്ര ശ്രമിച്ചിട്ടും ദഹിക്കാതെ പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന കുറച്ചു വാക്കുകളുണ്ട് എൻ്റെ ആമാശയത്തിനുള്ളിൽ. ഇഷ്ടം, സ്നേഹം, കരുണ, പ്രണയം, രതി, കാമം ഒക്കെയും വേറൊരു കവറിലെടുക്കണം. വെറുപ്പ്, അസൂയ, ആർത്തി, പൊങ്ങച്ചം കൂടെ കാണുന്ന ഇവയൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ഓർക്കണം. വെറുപ്പ്, അസൂയ, ആർത്തി, പൊങ്ങച്ചം കൂടെ കാണുന്ന ഇവയൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ വിരൽത്തുമ്പിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു കരയുന്ന കുറച്ച് അക്ഷരങ്ങൾ, വരികളായി പുറത്തേക്കൊഴുകാൻ കൊതിക്കുന്ന കവിതകൾ. അവയെല്ലാം കളയാതെ കവറിലാക്കി എൻ്റെ ശവത്തിനു വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വിരൽത്തുമ്പിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു കരയുന്ന കുറച്ചക്ഷരങ്ങൾ, വരികളായി പുറത്തേക്കൊഴുകാൻ കൊതിക്കുന്ന കവിതകൾ. അവയെല്ലാം കളയാതെ കവറിലാക്കി എൻ്റെ ശവത്തിനു വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. ഒരിക്കലും എൻ്റെ ശവത്തിൻ്റെ കൂടെ അവയും കത്തിച്ചു കളയരുതെന്ന്, കടലിൽ ഒഴുക്കരുതെന്ന്. കുപ്പിയിൽ സൂക്ഷിക്കുന്ന ഭൂതത്തെപ്പോലെ അവയൊക്കെയും ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കട്ടെ. ഒരിക്കലും എൻ്റെ ശവത്തിൻ്റെ കൂടെ അവയും കത്തിച്ചു കളയരുതെന്ന്, കടലിൽ ഒഴുക്കരുതെന്ന്. കുപ്പിയിൽ സൂക്ഷിക്കുന്ന ഭൂതത്തെപ്പോലെ അവയൊക്കെയും ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കട്ടെ. ഒരിക്കലും പുറത്തേക്ക് വരാതെ, ഒരിക്കലും പുറത്തേക്ക് വരാതെ. എങ്ങാനും കാലങ്ങൾക്ക് ശേഷം അവയൊക്കെ എൻ്റെ ആത്മാവിൽ ചേർന്നാലോ? എങ്ങാനും കാലങ്ങൾക്ക് ശേഷം അവയൊക്കെ എൻ്റെ ആത്മാവിൽ ചേർന്നാലോ? മറ്റൊരു ജന്മത്തിൽ അവരൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും ജനിച്ചു പോയാലോ? മറ്റൊരു ജന്മത്തിൽ അവരൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും ജനിച്ചു പോയാലോ? അന്നും എൻ്റെ മനസ്സിനുള്ളിൽ കാരുണ്യം നിറഞ്ഞാലോ? പ്രണയം തുളുമ്പിയാലോ? കവിതകൾ വിരിഞ്ഞാലോ? അന്നും എൻ്റെ മനസ്സിനുള്ളിൽ കാരുണ്യം നിറഞ്ഞാലോ?
പ്രണയം തുളുമ്പിയാലോ, കവിതകൾ വിരിഞ്ഞാലോ, അവയൊക്കെ എന്നിൽ നിന്ന് പുറത്തേക്കൊഴുകി വന്ന് പിന്നെയും ഒരു ചോദ്യചിഹ്നമായാലോ, അവയൊക്കെ എന്നിൽ നിന്ന് പുറത്തേക്കൊഴുകി വന്ന് പിന്നെയും ഒരു ചോദ്യചിഹ്നമായാലോ.